ഈ വിശദീകരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആശുപത്രികളുടെ മാർക്കറ്റിംഗ് ടീമുകൾക്ക് പ്രാദേശിക സ്കൂളുകൾ വഴി മികച്ച പേഷ്യന്റ് പൈപ്പ്ലൈനുകൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതിന്റെ കൃത്യമായ തന്ത്രങ്ങളാണ് നാം ഇന്ന് നോക്കുന്നത്. വെറുമൊരു ഹെൽത്ത് ക്യാമ്പിനപ്പുറം ഇതൊരു മികച്ച ഇൻവെസ്റ്റ്മെന്റാക്കി മാറ്റാനുള്ള അൾട്ടിമേറ്റ് പ്ലേബുക്ക് നമുക്ക് തുറക്കാം. ശരി, നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കടക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ആശുപത്രിയുടെ 5 കിലോമീറ്റർ ചുറ്റളവിൽ എത്ര സ്കൂളുകളുണ്ട്? ചുറ്റും 1-2 സ്കൂളുകളെങ്കിലും ഇല്ലാത്ത ആശുപത്രികൾ വളരെ ചുരുക്കമായിരിക്കും, അല്ലേ? അടുത്തുള്ള സ്കൂളുകളിൽ നിന്ന് നിങ്ങളുടെ OPDയിലേക്ക് സ്ഥിരമായ രോഗികൾ വരുന്നില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങളൊരു വലിയ അവസരമാണ് പാഴാക്കുന്നത്. നടന്നെത്താവുന്ന ദൂരത്തിൽ തന്നെ ഇത്ര വലിയൊരു പേഷ്യന്റ് പൈപ്പ്ലൈൻ ഉള്ളപ്പോൾ ഒരു കാരണവശാലും നമ്മളത് കാണാതെ പോകരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അജണ്ട ഇതാണ്. ഈ മികച്ച പേഷ്യന്റ് പൈപ്പ്ലൈൻ എന്താണെന്ന് മനസ്സിലാക്കി 3 സ്റ്റേജ് മോഡൽ, വാർഷിക ചെക്കപ്പുകൾ, ഗോൾഡൻ റിപ്പോർട്ട് കാർഡ്, യഥാർത്ഥ ആശുപത്രിയിലെ കിടിലൻ ROI ഉദാഹരണം, ഒപ്പം നിങ്ങൾ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്നിവയിലൂടെ നമുക്ക് വേഗത്തിൽ കടന്നുപോകാം. ഭാഗം 1: മികച്ച പേഷ്യന്റ് പൈപ്പ്ലൈൻ. ഇവിടെ നമ്മൾ സ്കൂൾ ഹെൽത്ത് ക്യാമ്പുകളെക്കുറിച്ചുള്ള നമ്മുടെ ചിന്താഗതി പൂർണ്ണമായും ഒന്ന് മാറ്റേണ്ടതുണ്ട്. നോക്കൂ, ഒരു കുട്ടിയെ നമ്മൾ ക്യാമ്പിൽ പരിശോധിക്കുമ്പോൾ 3 വലിയ മാർക്കറ്റിംഗ് ഗുണങ്ങളാണ് ഒരേ സമയം നടക്കുന്നത്. ഒന്ന്, ആ പരിശോധനാ ഫലങ്ങൾ വഴി നിങ്ങളുടെ ആശുപത്രിയിൽ നേരിട്ട് OPD ഡിമാൻഡ് ഉണ്ടാകുന്നു. 2, കുട്ടികളെ വളരെ സ്നേഹത്തോടെ പരിചരിക്കുമ്പോൾ ആ കുടുംബത്തിന്റെ മുഴുവൻ വിശ്വാസവും നമുക്ക് കിട്ടുന്നു. 3, നിങ്ങളുടെ ബ്രാൻഡ് വിസിബിലിറ്റി. ആ റിപ്പോർട്ട് കാർഡുകൾ നേരെ അവരുടെ വീടുകളിലെ ഫ്രിഡ്ജിലാണ് പോയിരിക്കുന്നത്. മറ്റൊരു പരസ്യത്തിനും ഇത്ര റീച്ച് കിട്ടില്ല. ഇനി ഭാഗം 2: 3 സ്റ്റേജ് പാർട്ട്ണർഷിപ്പ് മോഡൽ. വെറുമൊരു ഒറ്റത്തവണ ഇവന്റിനു പകരം ഇതൊരു സിസ്റ്റമായി എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. ഇതിന്റെ കൃത്യമായ പ്ലാൻ ഇതാണ്. ഒറ്റത്തവണ ക്യാമ്പ് ചെയ്യാൻ നിൽക്കരുത്. ആദ്യഘട്ടം, സ്കൂളുമായി 3 വർഷത്തെ ഒരു പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ്, അതായത് MOU ഒപ്പിടുക. രണ്ടാമത്തെ ഘട്ടം, എല്ലാ വർഷവും മുടങ്ങാതെ ആ ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പ് നടത്തുക. മൂന്നാമത്തെ ഘട്ടം, കൃത്യമായ റെഫറൽ പാത്വേ അടങ്ങിയ വ്യക്തിഗത റിപ്പോർട്ട് കാർഡ് നൽകുക. ഈ 3 ഘട്ടങ്ങൾ വഴി വർഷാവർഷം 100 കണക്കിന് പുതിയ കുടുംബങ്ങളെയാണ് നിങ്ങൾക്കുറപ്പായും ലഭിക്കുന്നത്. ഭാഗം 3: വാർഷിക ചെക്കപ്പുകൾ കൈകാര്യം ചെയ്യൽ. ഇത് യഥാർത്ഥത്തിൽ ഗ്രൗണ്ടിൽ എങ്ങനെ നടപ്പിലാക്കും എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്: ശരിയായ മെഡിക്കൽ സ്പെഷ്യാലിറ്റിയെ കൃത്യമായ ക്യാമ്പുകളുമായി ബന്ധിപ്പിക്കണം. ഉദാഹരണത്തിന്, വിളർച്ച കണ്ടെത്താനുള്ള പീഡിയാട്രിക് ക്യാമ്പുകൾ അമ്മമാരെയാണ് വേഗത്തിൽ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് കൺവേർഷൻ വളരെ കൂടുതലായിരിക്കും. അതുപോലെ നേത്രപരിശോധനയ്ക്ക് ഏതാണ്ട് 100% മാതാപിതാക്കൾ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. ഡെന്റൽ ക്യാമ്പുകളാണെങ്കിൽ ആ കേടുവന്ന പല്ലുകൾ എളുപ്പത്തിൽ ബുക്ക് ചെയ്ത അപ്പോയിൻമെൻറ്റുകളായി മാറും. വളരെ സ്ട്രാറ്റജിക്കായി വേണം ഇത് പ്ലാൻ ചെയ്യാൻ. എന്നാൽ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ പറയുന്ന തെറ്റുകൾ നിങ്ങളുടെ ടീം തീർച്ചയായും ഒഴിവാക്കണം കേട്ടോ. ഹെൽത്ത് കാർഡ് നൽകാതെ വെറുതെ ക്യാമ്പ് നടത്തുന്നത്, ആ ഫലങ്ങൾ ഫോളോ അപ്പ് ചെയ്യാതിരിക്കുന്നത്, വെറുമൊരു ഒറ്റത്തവണ ക്യാമ്പിനായി മാത്രം സ്കൂളിനെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ക്രീനിങ്ങിന് തെറ്റായ ഡോക്ടറെ അയക്കുന്നത്, ഇതൊക്കെ നമ്മുടെ മുഴുവൻ അധ്വാനവും നശിപ്പിക്കും. വാർഷിക MOU ഒപ്പിടുക എന്ന ലക്ഷ്യം ഒരിക്കലും മറക്കരുത്. ഇനി ഭാഗം 4: ഗോൾഡൻ റിപ്പോർട്ട് കാർഡ്. ഇതായിരിക്കും നിങ്ങളുടെ ആശുപത്രിയുടെ ഏറ്റവും വലിയ രഹസ്യായുധം. സോഴ്സ് മെറ്റീരിയലിലെ ഈയൊരു വാചകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഹെൽത്ത് റിപ്പോർട്ട് കാർഡാണ് നിങ്ങളുടെ ആശുപത്രി നിർമ്മിക്കുന്ന ഏറ്റവും ശക്തമായ മാർക്കറ്റിംഗ് മെറ്റീരിയൽ. സത്യമല്ലേ? വെറുമൊരു കടലാസിനെ നിങ്ങൾ എത്ര മനോഹരമായാണ് ഒരു പ്രൈം മാർക്കറ്റിംഗ് സ്പേസായി മാറ്റുന്നത്. ആ കാർഡ് കുട്ടിയുടെ സ്കൂൾ ബാഗിൽ നിന്ന് നേരെ മാതാപിതാക്കളുടെ ഡൈനിങ് ടേബിളിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് അതിൽ നിങ്ങളുടെ ആശുപത്രിയുടെ ലോഗോയും നിറങ്ങളും നിർബന്ധമായും വേണം. പരിശോധിച്ച ഡോക്ടറുടെ പേര്, OPD ബുക്കിങ്ങിനായുള്ള QR കോഡ് എന്നിവ നൽകണം. ഇതിലെ മാസ്റ്റർ സ്ട്രോക്ക് എന്താണെന്നറിയാമോ? ശ്രദ്ധിക്കണമെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾക്ക് 14 ദിവസത്തിനുള്ളിൽ വന്നാൽ 30% ഡിസ്കൗണ്ട് നൽകുന്ന ഒരു കുറിപ്പ് കൂടി അതിൽ ഉൾപ്പെടുത്തുക. ഇത് കണ്ടാൽ അവർ ഉടൻ തന്നെ ഹോസ്പിറ്റലിലെത്തും, ഉറപ്പാണ്. ഭാഗം 5: യഥാർത്ഥ ആശുപത്രിയിലെ ROI ഉദാഹരണം. ഞാനീ പറയുന്നതൊക്കെ സത്യമാണോ എന്നുറപ്പിക്കാൻ യഥാർത്ഥ ലോകത്തെ ഒരു കേസ് സ്റ്റഡി തന്നെ നമുക്ക് നോക്കാം. കേരളത്തിലെ പെരിന്തൽമണ്ണയിലുള്ള 45 കിടക്കകളുള്ള ഒരു ആശുപത്രി ഈ പ്ലാൻ അതുപോലെ തന്നെ നടപ്പിലാക്കി. പീഡിയാട്രിക്സ്, ഡെന്റൽ, ഒഫ്താൽമോളജി, ENT സ്പെഷ്യലിസ്റ്റുകളെ ഉപയോഗിച്ച് അവർ 4 സ്കൂളുകളിലായി 1840 വിദ്യാർത്ഥികളെയാണ് പരിശോധിച്ചത്. അവർക്ക് ലഭിച്ച കൺവേർഷൻ നിരക്കുകൾ ശരിക്കും അമ്പരപ്പിക്കുന്നതായിരുന്നു. വിളർച്ച അഥവാ അനീമിയ കണ്ടെത്തലുകളിൽ 75% കൺവേർഷൻ. കാരണം കുട്ടികളുടെ ഇത്തരം കാര്യങ്ങളിൽ അമ്മമാർ വളരെ വേഗത്തിൽ നടപടിയെടുക്കും. കാഴ്ച പ്രശ്നങ്ങൾക്ക് 60%, ഡെന്റൽ പ്രശ്നങ്ങൾക്ക് 39% അവർക്ക് കൺവേർഷൻ ലഭിച്ചു. ആ ഉയർന്ന കൺവേർഷൻ നിരക്കിലൂടെ ആദ്യ വർഷം തന്നെ 502 പുതിയ പേഷ്യന്റ് രജിസ്ട്രേഷനുകളാണ് ആ ചെറിയ ആശുപത്രിക്ക് നേരിട്ട് ലഭിച്ചത്.
ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരൊറ്റ നീക്കത്തിലൂടെ 500-ലധികം പുതിയ കുടുംബങ്ങളെയാണ് അവർ സ്വന്തമാക്കിയത്. ഇതിലെ ഏറ്റവും കിടിലൻ കാര്യം എന്താണെന്നാൽ ഈ പ്രോഗ്രാം മുഴുവൻ നടപ്പിലാക്കാൻ ആ ആശുപത്രിക്ക് ചെലവായ ആകെ തുക വെറും 52,000 രൂപ മാത്രമാണ്. ആ 52,000 രൂപയുടെ ചെലവിൽ നിന്ന് വെറും 90 ദിവസത്തിനുള്ളിൽ അവർക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് 6.7 ലക്ഷം രൂപയുടെ വരുമാനമാണ്. ഇതൊരു അവിശ്വസനീയമായ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റാണ്, അല്ലേ? ഭാഗം 6. നിങ്ങൾ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങൾ. കേട്ട കാര്യങ്ങൾ നിങ്ങളുടെ ആശുപത്രിയിലും പ്രയോഗിക്കാനുള്ള സമയമായി. നിങ്ങളുടെ BD ടീം ഈ ആഴ്ച തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവയാണ്: 5 കിലോമീറ്ററിനുള്ളിലുള്ള 10 സ്കൂളുകൾ ലിസ്റ്റ് ചെയ്യുക, നല്ലൊരു ബ്രാൻഡഡ് ഹെൽത്ത് റിപ്പോർട്ട് കാർഡ് ഡിസൈൻ ചെയ്യുക, സൗജന്യ ചെക്കപ്പുകൾക്കായി സ്കൂളുകൾക്ക് നൽകാൻ ഒരു പ്രപ്പോസൽ തയ്യാറാക്കുക, സ്പെഷ്യലിസ്റ്റുകളെ നിശ്ചയിക്കുക, ഒപ്പം 30 ദിവസത്തിനുള്ളിൽ 35% റെഫറലുകൾ എന്ന കൃത്യമായ ടാർഗറ്റ് സെറ്റ് ചെയ്യുക. നമ്മൾ ഈ വിശദീകരണം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മുന്നിൽ വളരെ വ്യക്തമായൊരു പ്ലാനുണ്ട്. ഇത് വർക്കാകുമെന്ന് തെളിയിക്കുന്ന ഉദാഹരണങ്ങളുമുണ്ട്. പിന്നെ ഈ വലിയ പേഷ്യന്റ് പൈപ്പ്ലൈൻ സ്വന്തമാക്കാൻ ഈ ആഴ്ച തന്നെ അടുത്തുള്ള സ്കൂളിനെ സമീപിക്കുന്നതിൽ നിന്ന് നിങ്ങളെ യഥാർത്ഥത്തിൽ തടയുന്നത് എന്താണ്? ഒരു പുതിയ തുടക്കം കുറിക്കാൻ ഇതിലും മികച്ചൊരവസരമില്ല. പോയി ആ MOU ഒപ്പിടൂ.